Welcome to the YouTube channel of Farooq HSS, Farooq College. I am Femnas, Department of Computer Science. Expressions. Actually, expressions are composed of operators and operands. Here, operands may be variables or constants. There are three types of expressions: arithmetic expression, relational expression, and logical expressions. Arithmetic expression എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. എക്സ് പ്ലസ് വൈ പോലുള്ള ഇതൊക്കെ അരിത്മെറ്റിക് എക്സ്പ്രഷൻസ് ആണ്. റിലേഷണൽ എക്സ്പ്രഷനിൽ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നു. ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു പോലുള്ള ഓപ്പറേറ്റേഴ്സ്. ഇതേപോലെ ലോജിക്കൽ എക്സ്പ്രഷൻസിൽ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നു. ആൻഡ്, ഓർ, നോട്ട് പോലുള്ള. ഇവിടെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ലോജിക്കൽ എക്സ്പ്രഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 0, 1 അല്ലെങ്കിൽ ഫാൾസ്, ട്രൂ എന്നുള്ള രീതിയിലായിരിക്കും. ടൈപ്പ് കൺവേർഷൻ. ഇവിടെയും ഡാറ്റ ടൈപ്പ് ആണ് കൺവേർട്ട് ചെയ്യുന്നത്. നോർമൽ കേസിൽ നമ്മൾ ഇന്റ്, ഫ്ലോട്ട് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അത് മിക്സ് ചെയ്ത് വരുമ്പോൾ സി ഈക്വൽ ടു എ പ്ലസ് ബി, സപ്പോസ് എയും ബിയും ഇത് രണ്ടും ഒന്ന് ഇൻറ്റും ഒന്ന് ഫ്ലോട്ടും ആണെന്നിരിക്കെ, അപ്പോ സി എന്തായിരിക്കും, അല്ലെങ്കിൽ സിയിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ഏത് രൂപത്തിലാണ് ഉണ്ടാവും, അത് ഡിസൈഡ് ചെയ്യുന്നത് കമ്പൈലർ ആണ്. കമ്പൈലർ തീരുമാനിക്കുന്നു ലോവസ്റ്റ് ടൈപ്പിൽ നിന്ന് ഹയസ്റ്റ് ടൈപ്പിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാനാണ് കമ്പൈലർ തീരുമാനിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇൻഡിലുള്ള ഒരു ഡാറ്റയും ഫ്ലോട്ടിലുള്ള ഒരു ഡാറ്റയും ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഇൻഡിനെ ഫ്ലോട്ടാക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് ആഡ് ചെയ്യുന്നത്. റിസൾട്ട് എപ്പോഴും ഫ്ലോട്ടിലാണ് ഉണ്ടായിരിക്കുക. ഈ ടൈപ്പ് കൺവേർഷൻ ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നു. അപ്പോ കൺവേർഷൻ രണ്ട് ടൈപ്പാണ്. ഇംപ്ലിസിറ്റ് ഉണ്ട്, എക്സ്പ്ലിസിറ്റ് ഉണ്ട്. ഇംപ്ലിസിറ്റ് നമ്മൾ ചെയ്യുന്നതല്ല, കമ്പൈലർ സ്വയം ചെയ്യുന്നതാണ്. എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുമ്പോൾ അത് ചെയ്യുന്നത് യൂസർ ആണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം ചെയ്യുന്ന ആളുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ്. അവിടെ നമ്മൾ അതിന് പ്രത്യേകം കീവേഡ് ഉപയോഗിച്ചാണ് ചെയ്യുക. അപ്പം ഒരു എക്സ് എന്നുള്ളത് നമ്മൾ ഇന്റിജർ ആണ്, ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്ത് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫ്ലോട്ട് എന്നുള്ള ബ്രാക്കറ്റിൽ എഴുതിയിട്ടാണ് എക്സ്, ഫ്ലോട്ട് ഓഫ് എക്സ് എന്നുള്ള രൂപത്തിൽ എഴുതും. അപ്പോഴേ അത് ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യും. യൂസർ സ്വയം പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതിന് എക്സ്പ്ലിസിറ്റും മറ്റത് ഇംപ്ലിസിറ്റും. ഒന്നാമത്തേന് നമ്മൾ ടൈപ്പ് പ്രൊമോഷൻ എന്നാണ് പറയാ, രണ്ടാമത്തേത് ടൈപ്പ് കാസ്റ്റിംഗ് ആണ്. ടൈപ്പ് പ്രൊമോഷൻ എന്ന് പറയാൻ കാരണം അത് എപ്പോഴും ലോവർ ടു ഹയർ ടൈപ്പിലേക്ക് ഓട്ടോമാറ്റിക് കൺവേർഷൻ നടക്കുന്നത്. മറ്റത് യൂസറിന് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റുന്നതാണ്. അത് ടൈപ്പ് കാസ്റ്റിംഗ്, കാസ്റ്റ് ചെയ്തെടുക്കുന്ന യൂസർ. ഇതാണ് ടൈപ്പ് കൺവേർഷൻ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് യൂസ്ഡ് ഇൻ C++. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്, ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്സ്, അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സ്. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്സ്, ഫസ്റ്റ് വൺ. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. നമ്മളൊരു വേരിയബിളെ ഡിക്ലെയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്. സോ സിമ്പിൾ. ഇന്റ് എ, അതൊരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്റ് എ കോമ ബി, ആൾസോ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്. ഫ്ലോട്ട് ബി, ഫ്ലോട്ട് കെ, ഡിക്ലറേഷൻ ആണ്. ഇങ്ങനെ കൊടുക്കാം. കൂടാതെ നമുക്ക് അതിന്റെ അതേ സമയത്ത് തന്നെ അതിന് വാല്യൂസ് അസൈൻ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇന്റ് എ ഈക്വൽ ടു 0, ഫ്ലോട്ട് സം ഈക്വൽ ടു 0. അപ്പൊ 0 എന്നുള്ള വാല്യൂ അതിന്റെ കൂടെ തന്നെ ഇനീഷ്യലൈസ് ചെയ്ത് അസൈൻ ചെയ്യാം. അപ്പൊ ഡിക്ലെയർ ചെയ്യുന്നതിന്റെ അതേ സമയത്ത് തന്നെ അതിനോട് കൂടെ തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്, വാല്യൂസ് അസൈൻ ചെയ്യുന്നുണ്ട്. ആ രൂപത്തിലും സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞു, ഓപ്പറേറ്റേഴ്സിന്റെ കാര്യം പറഞ്ഞ സമയത്ത്. ഫോർ എക്സാമ്പിൾ, സി ഇൻ എ ബി രണ്ടെണ്ണം നമ്മൾ ചെയ്യാറുണ്ട്. ആ ഓപ്പറേറ്റർ വീണ്ടും നമുക്ക് യൂസ് ചെയ്യാം. സി ഇൻ എ ബി സി മൂന്നെണ്ണം യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ എത്ര എണ്ണം വേണം യൂസ് ചെയ്യാം, പക്ഷെ ഓപ്പറേറ്റേഴ്സ് ഇടയ്ക്ക് കൊടുക്കണം എന്നുള്ളതാണ്.
ഈ രൂപത്തിൽ നമ്മൾ കമ്പൈൻ ചെയ്ത് കൊടുക്കുന്നതിന് നമ്മൾ കാസ്കേഡിംഗ് ഓഫ് ഇൻപുട്ട് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയും. ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്സ്, ഔട്ട്പുട്ടിന് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്ത് എഴുതുന്ന സ്റ്റേറ്റ്മെന്റ്സ്. സോ സിമ്പിൾ. സി ഔട്ട്, എന്റർ ദ നമ്പേഴ്സ്. സി ഔട്ട് കഴിഞ്ഞ് നമ്മൾ ആ സിമ്പിൾ യൂസ് ചെയ്യുന്നു, എന്റർ ദ നമ്പേഴ്സ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ്. ഈ മൊത്തം സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് പറയുന്നു. ചില സമയത്ത് നമ്മൾ സി ഔട്ട് ദ സം ഈസ് n. അവിടെ നമ്മൾ രണ്ട് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, രണ്ട് പേർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ അവിടെ നേരത്തെ ഇൻപുട്ടിന്റെ കേസിൽ പറഞ്ഞ പോലെ കാസ്കേഡിംഗ് ഓഫ് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് എന്നുള്ള കാര്യം അവിടെ ഇംപ്ലിമെന്റ് ചെയ്യും. ഇൻപുട്ടിന് നമ്മൾ സീൻ എ ബി സി മൂന്നെണ്ണം ഒരുമിച്ച് കൊടുക്കും. ഏതിന് പകരം? സീൻ എ, സീൻ ബി, സീൻ സി എന്ന് എഴുതുന്നതിന് പകരം മൂന്ന് കൂടി ഒരുമിച്ച് നമുക്ക് കൊടുക്കാം. സീൻ എ ഓപ്പറേറ്റർ ഇട്ടിട്ട് ബി വീണ്ടും ഓപ്പറേറ്റർ സി അങ്ങനെ കൊടുക്കാം. ഇതേപോലെ ഔട്ട്പുട്ടിന്റെ കേസിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. സെപ്പറേറ്റ് സ്റ്റേറ്റ്മെന്റ്സ് എഴുതുന്നതിന് പകരം സിംഗിൾ സ്റ്റേറ്റ്മെന്റ്സിൽ ചെയ്യാം കാസ്കേഡിംഗ് ഓഫ് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. പിന്നെ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സ്. അസൈൻമെന്റ് ഓപ്പറേറ്ററിന്റെ കേസിൽ നമ്മൾ പഠിക്കേണ്ടതാണ്. സിംഗിൾ ഈക്വൽ ടു യൂസ് ചെയ്യുന്നത് അസൈൻമെന്റിന് വേണ്ടിയിട്ടാണ്. C++ പോലുള്ള ലാംഗ്വേജുകളിൽ യൂസ് ചെയ്യുന്നത് റൈറ്റ് സൈഡ് ടു ലെഫ്റ്റ് സൈഡ് അസൈൻമെന്റ് ആണ്. റൈറ്റിലുള്ള കണ്ടന്റ് അത് ഒരു വാല്യൂ ആവാം, വേരിയബിൾ അല്ല, ഒരു വാല്യൂ ആവാം. ആ വാല്യൂ നമ്മൾ ലെഫ്റ്റിലേക്ക് അസൈൻ ചെയ്യും. ലെഫ്റ്റിൽ ഒരു കാരണവശാലും കോൺസ്റ്റന്റ് അനുവദിക്കില്ല. അവിടെ നമുക്ക് വേരിയബിൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. A equal to 10. It means 10 is stored in the location of A. A എന്ന് പറയുന്ന വേരിയബിളിന്റെ ലൊക്കേഷനിലേക്ക് 10 എന്നുള്ള നമ്പർ, ഇന്റിജർ നമ്പർ സ്റ്റോർ ചെയ്യുന്നതാണ്. A equal to B എന്ന് കൊടുക്കാം. രണ്ടും വേരിയബിൾസ് ആണ്, പോസിബിൾ ആണ്. ഈ വേരിയബിളിലെ B എന്നുള്ള വേരിയബിളിലെ കണ്ടന്റിനെ A എന്നുള്ള വേരിയബിളിലെ കണ്ടന്റ് ആക്കി മാറ്റുന്നല്ലേ അവിടേക്ക് കോപ്പി ചെയ്യും. അതിന് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. അപ്പൊ ആ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സിനെ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നു. ഏകദേശം നമ്മൾ ബേസിക് കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ചു പറഞ്ഞു. ഇനി ഒരു സിമ്പിൾ C++ പ്രോഗ്രാമിന്റെ ഒരു സ്ട്രക്ചർ നമുക്ക് നോക്കാം. സാധാരണ രീതിയിൽ നമ്മൾ ജീനി കമ്പൈലർ ഉപയോഗിച്ച് എഴുതുന്ന സമയത്ത് അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഉണ്ട്. ഹാഷ് ഇൻക്ലൂഡ് IOStream യൂസിംഗ് നെയിം സ്പേസ് std int main. ഈ മൂന്ന് കാര്യങ്ങൾ എല്ലാ പ്രോഗ്രാമിലും കോമൺ ആയിട്ട് നമ്മൾ എഴുതുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ബ്രേസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, അവസാനം നമ്മൾ ഒരു ബ്രേസ് വെച്ചിട്ട് അത് ക്ലോസ് ചെയ്യുന്നു. ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ആണ് നമ്മൾ പ്രോഗ്രാം കോഡുകൾ എഴുതുന്നത്. അപ്പൊ ഒരു സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇതാണ്. ഇനി അതിന്റെ ഉള്ളിൽ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയ ഒരു പ്രോഗ്രാം, നമ്മൾ രണ്ട് നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്യുന്നു, അതിന്റെ സമ്മ് കാണുന്നു. അതിന് വേണ്ടിയുള്ള പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? നമ്മൾ ആലോചിച്ച് നോക്കാം. നമുക്ക് വേണ്ടത് രണ്ട് നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്യണം, അതിന് സമ്മ് പ്രിന്റ് ചെയ്യണം. സ്വാഭാവികമായിട്ട് രണ്ട് നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്യണമെങ്കിൽ രണ്ട് വേരിയബിൾസ് നമ്മൾ യൂസ് ചെയ്യണം. സോ നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഇന്റിജർ നമ്പേഴ്സ് യൂസ് ചെയ്യാം. അപ്പോ നമ്മൾ ആദ്യം തന്നെ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്റ് n1, n2. എന്തുകൊണ്ടാണ് n1 n2 എന്ന് കൊടുത്തത്? ab എന്ന് കൊടുത്തൂടെ? ab എന്ന് കൊടുക്കാം, പക്ഷെ നമ്മൾ എളുപ്പത്തിന് നമ്പർ 1 നമ്പർ 2 എന്ന് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള വേരിയബിൾസ് യൂസ് ചെയ്യാന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. പിന്നീട് നോക്കുന്ന സമയത്ത് എളുപ്പത്തിന് വേണ്ടി നമ്മൾ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഒരു നല്ല കൺവെൻഷൻ. അപ്പോ ഇന്റ് n1 n2. അപ്പോ വേരിയബിൾ ഡിക്ലറേഷൻ ഓക്കെ. ഇനി ആ മതിയോ വേരിയബിള്? നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടതല്ലേ സമ്മ് കണ്ടിട്ട്? അപ്പൊ സമ്മ് കാണണമെങ്കിൽ സം എന്നുള്ളൊരു വേരിയബിൾ കൂടെ അതിന്റെ കൂടെ ഡിക്ലെയർ ചെയ്യാം. രണ്ട് ഇന്റിജർ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇന്റിജർ ആണ്. അതുകൊണ്ട് ഇന്റ് n1 n2 സം മൂന്നെണ്ണം നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ഇത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പില് നമ്മൾ ഇൻപുട്ട് ചെയ്യണം. അപ്പൊ ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആള് ഡാറ്റ ഇൻപുട്ട് ചെയ്യണമെന്ന് അയാൾക്ക് അറിയില്ല. അപ്പൊ അത് കാണിച്ചു കൊടുക്കണം. അതിനാണ് നമ്മളൊരു സി ഔട്ട് കൊടുക്കുന്നത്, ഒരു ഇൻഫർമേഷൻ ആയിട്ട്. സി ഔട്ട് എന്റർ 2 നമ്പേഴ്സ്. അപ്പൊ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ആദ്യം കാണുന്നത് എന്താണ്? ഈ സി ഔട്ട് എന്റർ 2 നമ്പേഴ്സ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ കാണുന്നത്. അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് രണ്ട് നമ്പേഴ്സ് ഇൻപുട്ട് ചെയ്യും. ഇൻപുട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കീബോർഡിൽ നമ്മൾ രണ്ട് നമ്പർ അടിക്കുന്നു, എന്റർ കീ പ്രസ് ചെയ്യുന്നു. എന്റർ കീ പ്രസ് ചെയ്യുമ്പോൾ അത് ഈ എ ബി അല്ലെങ്കിൽ n1 n2 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് കയറേണ്ടതുണ്ട്. അതിൽ തന്നെ പോയി പ്ലേസ് ചെയ്യണം. അവിടെ നമ്മൾ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നു, cin n1 n2.
കാസ്കേഡിങ് ചെയ്യാം നമുക്ക്. ഇപ്പൊ ഇത്രയും ഭാഗം കഴിഞ്ഞോടുകൂടി 2 വേരിയബിളില് കണ്ടന്റ് സ്റ്റോർ ചെയ്യപ്പെട്ടു. ഇനി നമുക്ക് എന്ത് വേണം? അഡീഷൻ ഓപ്പറേഷൻ നടക്കേണ്ടതുണ്ട്. സോ നമ്മൾ അവിടെ അഡീഷൻ നടത്തുന്നു. n1 പ്ലസ് n2. n1 ഉം n2 നമ്മൾ ആഡ് ചെയ്യുന്നു. n1 ഉം n2 ആഡ് ചെയ്യുന്ന സമയത്ത് അത് സ്റ്റോർ ചെയ്യേണ്ട റിസൾട്ട് സ്വാഭാവികമായിട്ട് സം ഈക്വൽ ടു n1 പ്ലസ് n2. എന്തുകൊണ്ട് n1 പ്ലസ് n2 ഈക്വൽ ടു സം എന്ന് കൊടുത്തില്ല? മാത്തമാറ്റിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് അതാണെങ്കിലും ഇവിടെ CPP-ല് അസൈൻമെന്റ് റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. സോ നമ്മൾ കൊടുത്തു സം ഈക്വൽ ടു n1 പ്ലസ് n2. ആ ലൈൻ കഴിയുന്നതോടുകൂടി ആ ഓപ്പറേഷൻ നടന്നു. റിസൾട്ട് സമ്മിൽ സ്റ്റോർ ചെയ്തു. റിസൾട്ട് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ പോരാ, നമുക്ക് കാണേണ്ടതുണ്ട്. സോ അടുത്ത സ്റ്റേറ്റ്മെന്റ് സി ഔട്ട് ദ സം ഈസ് എന്ന് പറഞ്ഞിട്ട് ഓപ്പറേറ്റർ എടുത്തിട്ട് നമ്മൾ കൊടുക്കുന്നു സം. സം ഈസ് എന്നുള്ളത് നമുക്ക് കാണാൻ പ്രിന്റ് ചെയ്യുന്നതും അത് കഴിഞ്ഞിട്ട് ഡബിൾ കോട്ടേഷൻ ഇടാതെയാണ് നമ്മൾ ഇവിടെ സം എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഒന്നില് ഡബിൾ കോട്ടേഷൻ ഉള്ളത് അതേപോലെ പ്രിന്റ് ചെയ്യുകയും മറ്റത് വേരിയബിൾ ആണ്, അതിലെ കണ്ടന്റ് പ്രിന്റ് ചെയ്യുകയും ചെയ്യും. എപ്പോഴും ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത്. ഡബിൾ കോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രിന്റ് ചെയ്യുന്നു ആസ് സച്ച്, അതേപോലെ പ്രിന്റ് ചെയ്യുന്നു. ബാക്കിയുള്ളത് വേരിയബിൾ ആയിട്ട് കൺസിഡർ ചെയ്ത് അതിന്റെ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യുന്നത്, അതിന്റെ കണ്ടന്റ് ആണ് പ്രിന്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് ആഡ് ചെയ്തിട്ട് റിസൾട്ട് കാണിച്ചു തരും. ഒരു സിമ്പിൾ പ്രോഗ്രാം. എളുപ്പമല്ലേ? ഇത് മനസ്സിലാവുന്നില്ലേ? വളരെ ഈസിയാണ്. നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്ത കാര്യങ്ങൾ ഒന്ന് ഓർത്തു നോക്കുക. നിങ്ങൾ എക്സ്പ്രഷൻസ് പറഞ്ഞു, ടൈപ്പ് കൺവേർഷൻ പറഞ്ഞു. ടൈപ്പ് മോഡിഫിക്കേഷനും ടൈപ്പ് കൺവേർഷൻ തമ്മിൽ കൺഫ്യൂഷൻ ആവാൻ പാടില്ല കേട്ടോ, ശ്രദ്ധിക്കേണ്ടതാണ്. കഴിഞ്ഞ നമ്മള് സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞു. There are 4 types of statements: input statement, output statement, declaration statement and assignment statement. ഇത് കഴിഞ്ഞ് നമ്മൾ ഒരു സിമ്പിൾ പ്രോഗ്രാം നമ്മൾ നോക്കി. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് റിവ്യൂ ചെയ്യണം. ശരിക്ക് ഫസ്റ്റ് ഇയർ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് നോക്കിയിട്ട് ഒന്ന് റിവ്യൂ ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഈ ഭാഗം കഴിഞ്ഞ് വരുന്ന ഭാഗങ്ങൾ പഠിക്കാനും അടുത്ത ചാപ്റ്റർ പഠിക്കാനും ഒക്കെ ഒരുപാട് ഉപകാരം ചെയ്യും. നന്നായിട്ടൊന്ന് ഹോംവർക്ക് ചെയ്യുക. വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇന്ന് സംസാരിച്ചിട്ടുള്ളൂ. റിവ്യൂ ഓഫ് CPP യുടെ നെക്സ്റ്റ് പാർട്ടുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.